അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. കുറച്ച് നേരം ഉമ്മച്ചിൻ്റെ കൂടെ ഇരിക്കാടില്ല. ആ ഉമ്മച്ചി ഇടണ്ട് എന്നിട്ട് അവിടെ പറയണത് നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് ഉമ്മച്ചി പറയാൻ പോണത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. നമ്മളുണ്ടല്ല പഠിപ്പിച്ച് നമ്മളെ മക്കളെ വലുതാക്കിയിട്ട് ഒരു 10-18 വയസ്സാവുമ്പോൾ പിന്നെ അവർക്ക് നമ്മളെ വേണ്ട. പിന്നെ അവർക്ക് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കണമെന്നാണിക്കല ഓരോ രക്ഷിതാവും ഓരോ അമ്മയോ അച്ഛനും പ്രതീക്ഷയോടെ ഇരിക്കണമെന്നാണിക്കല സ്വന്തം മക്കളുടെ വിവാഹം. ആൺമക്കളായാലും പെൺമക്കളായാലും അവരെ വിവാഹം അവർ മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ്. നിങ്ങൾക്കറിയാം. പക്ഷെ ഈ മക്കളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒന്നെങ്കിൽ ആൺകുട്ടികൾ പഠിക്കാൻ പോയാൽ അവിടുന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മകളാണെന്നുണ്ടെങ്കിൽ അവരും അതേപോലെ അവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അധികവും സമപ്രായക്കാരാണ് ഇക്കാരം. ഒരു ജോലി ആയിട്ടുണ്ടാവില്ല. ഇപ്പം പെൺകുട്ടികളൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിൽ വാശി പിടിച്ചിട്ട് അവരെ പ്രായത്തിലുള്ള അവരെ കൂടെ പഠിക്കണ മക്കളാണ് ഇപ്പോൾ അവർ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവർക്കൊരു ജോലി ആയിട്ടുണ്ടാവില്ല ഇക്കാരം. അവർക്ക് പക്വതക്കുറവുണ്ടാവും. നമ്മൾ എപ്പം കല്യാണം കഴിക്കുമ്പോൾ എന്ത് കാര്യം ചെയ്യണം, നമ്മളെക്കാൾ ഒരു 4-5 വയസ്സിന് മൂപ്പ് വേണം നമ്മുടെ ഭർത്താക്കന്മാർക്ക്. കാരണം എന്താണ്, നമുക്ക് എന്തെങ്കിലും നല്ലത് നമ്മൾ രണ്ട് കൂട്ടരും ഒരു സമയം ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടല്ല കുറേ വാക്കേറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി ചെയ്ത് കുറുമ്പൊക്കെ അണയിക്കാറ്. അതേസമയം നമ്മളെക്കാളും ഒരു 4-5 വയസ്സിന്, ഇനി 5-6 വയസ്സിനായാലൊന്നും കുഴപ്പമില്ല, ഒരു മൂപ്പുള്ള ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടല്ല നമ്മളെ പക്വതക്കുറവുണ്ടല്ലോ, നമ്മൾ ഈ പെൺകുട്ടികളെ പക്വതക്കുറവും നമ്മളെ ശാഠ്യത്തിനും ഇതിനൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൂടെ നിൽക്കാൻ പറ്റും. അവർക്ക് അതിനുള്ളൊരു ക്ഷമയും കാര്യമൊക്കെ ഉണ്ടാവും. അതേസമയം നമ്മൾ ഒരേ സമപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു വാശി പിടിച്ചാൽ മറ്റേ വാശിയാണെങ്കിൽ രണ്ടും കുറഞ്ഞു കൊടുക്കൂല. അങ്ങനെ എത്ര ജീവിതങ്ങളാണ് ഇല്ലാതാവുന്നത്. പിന്നെ നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അതുവരെ നമുക്കുണ്ടല്ലോ ഭക്ഷണം തരാനും നമ്മൾ ഉറക്കാനും ഉറക്കൊഴിച്ചിട്ടുണ്ടല്ലോ, രാവും പകലും ഉറക്കൊഴിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു അമ്മ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാര്യം ഒരു മക്കളെ വളർത്തിയിട്ടുണ്ടായത്. അപ്പോൾ ആ മക്കൾ വലുതായാൽ അവരുടെ ജീവിതം അവർ സ്വയം തിരഞ്ഞെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് മക്കളെ, നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ ആ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ വന്നാൽ അപ്പം ഉണ്ടല്ല നിങ്ങൾ വന്ന് കിടക്കുന്നത് അതൊക്കെയാണ് ആ സ്വന്തം ഉപ്പാൻ്റെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മൻ്റെയും കാൽച്ചോട്ടിലാണ് ഈ കാര്യം കിടക്കൽ. പക്ഷെ അപ്പോഴും അവർക്കുണ്ടല്ലോ ഒരു മനസ്സുണ്ടാവും. എന്താ, എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് ആയാലും അവർക്കൊരു ബുദ്ധിമോശം വന്നാൽ അവരപ്പോൾ പക ചോദിക്കൂല. അപ്പം അവർ കൂട്ടിപ്പിടിക്കും. നിങ്ങളുടെ നെഞ്ഞോട് എന്തല്ല എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആ മാതാപിതാക്കളുണ്ടല്ലോ അവരെ നെഞ്ചോടുണ്ടല്ലോ ചേർത്ത് നിർത്തും അവരെ. പക്ഷെ ആ സമയത്ത് അവർക്കൊരു പകയുണ്ടാവില്ല നിങ്ങൾ മക്കളായ നിങ്ങളോട്. അപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾ പറയുകയാണ്, ഒരു ഉമ്മച്ചിൻ്റെ ഭാഷയിലാണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങളാദ്യം നിങ്ങളെ പഠിപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മളെ വിവാഹം. നിങ്ങളെ ചോറിനുള്ളതുണ്ടല്ലോ നിങ്ങളെ ചോറ് നിങ്ങളെ കൈക്കലായാലും പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ജീവിതത്തിൽ ഒരു പരാജയം വന്നാലും നിങ്ങളുണ്ടല്ല വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വന്ന് കെടുക്കൽ കാലിൻ്റെ ചോട്ടിലാണ്, നിങ്ങൾ ഈ രക്ഷിതാക്കളെ കാലിൻ്റെ ചോട്ടിലാണ് ഈ കാര്യങ്ങൾ കെടുക്കൽ. അവരൊരിക്കലും നിങ്ങളുണ്ടല്ലോ മക്കളെ തള്ളി പറയൂല. നിങ്ങൾക്കറിയാം, അവരൊരിക്കലും ഉണ്ടല്ലോ നിങ്ങളെ തള്ളി പറയൂല. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം, നിങ്ങളെ വിവാഹം എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ട്, നിങ്ങളെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഒരു ബന്ധം വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വാപ്പ എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമായിട്ടില്ല ആളെ, അല്ലെങ്കിൽ എനിക്കത് വേണ്ടാന്ന് നിങ്ങൾ തുറന്ന് പറയും. അപ്പോൾ വാപ്പയും ഉമ്മയുണ്ടല്ല വേറൊരു ബന്ധം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ നിങ്ങളെ സ്വയം ഇഷ്ടത്തിനുണ്ടല്ലോ നിങ്ങൾ തിരഞ്ഞെടുക്കരുത് കേട്ടോ. തിരഞ്ഞെടുത്തിട്ട് പിന്നെ നിങ്ങളുണ്ടല്ലോ
പിന്നെ ഒരു വിഷമത്തിൽ നിങ്ങളാവുമ്പോഴാണ് അന്ന് നിങ്ങൾ പിന്നെ പറയൽ എനിക്ക് അങ്ങനെ പടച്ചോനെ ആ ഒരു ബന്ധത്തിൽ അന്ന് പോകേണ്ടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയും. നിങ്ങളെ വാക്കൊണ്ട് നിങ്ങൾ പറയും, സത്യമായിട്ട് നിങ്ങൾ പറയും. അപ്പോൾ അതിനുണ്ടല്ലോ നിങ്ങൾ ഇടവരുത്തരുത്. ഞാൻ പിള്ളേരായാലും ഉണ്ടല്ലോ, നിങ്ങളെ പ്രസവിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാവിനും പിതാവിനും പറ്റും നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാക്കി തരാം. ചില ആൺകുട്ടികൾ പറയും എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമാണ്, എൻ്റെ ഉമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആ പെൺകുട്ടിനെയാണ് ഞാൻ കെട്ടലെന്ന്. ചിലപ്പോൾ ഒരു കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മക്കൾ ഒരു പ്രായത്തിൻ്റെ പക്വത കൊണ്ടുണ്ടല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ആ ആൺമക്കൾ പറയും അവരുമ്മാനോട് എന്തെന്നാ പറയുക, എൻ്റെ ഉമ്മ ചൂണ്ടിക്കാട്ടിത്തരുന്ന പെൺകുട്ടിനാണ് ഞങ്ങൾ കല്യാണം കഴിക്കുക. ആ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 ആൺമക്കളും പറയുമ്പോൾ ദൂരമൊക്കെ പോയി പഠിച്ച മക്കളാണ്. പക്ഷെ അവർ പറഞ്ഞിക്കണ് ഉമ്മ കാണിച്ച് തരുന്ന ആ കുട്ടീനാണ് ഞങ്ങൾ കല്യാണം കഴിക്കല്. പക്ഷെ ആ ഉമ്മാരുണ്ടല്ലോ വാപ്പാരും ഉണ്ടല്ലോ, ഒരു പടും കുഴിയിലൊന്നും സ്വന്തം മക്കളെ കൊണ്ടുപോയി ഇടൂല. അത് നിങ്ങൾക്കറിയാം. അവർ നല്ലൊരു ബന്ധത്തിൽ തന്നെയാണ് ഈ നിങ്ങളെ കൊണ്ടുപോയി ചേർത്തത്. നിങ്ങൾ ഈ ചെറുപ്പം ആൺകുട്ടികളൊപ്പം പോയിട്ട് അവർക്കൊരു പണിയായിട്ടുണ്ടാവില്ല. അവർക്ക് പഠിപ്പെന്നിട്ട് ഇറങ്ങിയ പണിക്ക് ഇങ്ങനെ അവരൊരു സമപ്രായക്കാരാകുമ്പോഴുണ്ടല്ലോ അവർക്കുണ്ടല്ലോ ഒന്നും അവരെ കൈക്കലായിട്ടുണ്ടാവില്ല. അപ്പം നമ്മളുണ്ടല്ലോ കഷ്ടപ്പെട്ടിട്ട് വാപ്പാരന്മാർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആഭരണങ്ങളൊക്കെ ആദ്യമേ അവർ എടുത്തിട്ട് എന്താ കൂടെ പോകുന്നതല്ലേ, അവർക്ക് ഇപ്പം നിങ്ങളെ പോറ്റാൻ പാകം വേണ്ടേ, അവരെ പെരക്കാരും സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് കാര്യം ചെയ്യും, അതൊക്കെ വിറ്റിട്ടും പിടിച്ചിട്ടൊക്കെ അതൊക്കെ പണിക്കെട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് തന്നതും അതൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ ഭർത്താവിൻ്റെ ആൾക്കാരും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അവരും നിങ്ങളെ ഒറ്റപ്പെടുത്തും. അതേസമയം സ്വന്തം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തത്തിലുള്ളൊരു വിവാഹമാണെന്നുണ്ടെങ്കിൽ 100ൽ 90% അവർ പൊരുത്തത്തിലുള്ള വിവാഹം തന്നെയാണ് ഇന്ന് ജീവിതത്തിൽ നിലനിന്ന് കാണുന്നത് കേട്ടാ. വെറുതെ പറയല്ല. ഭൂരിഭാഗം ഉണ്ടല്ല, ഒരു 10 കല്യാണം കഴിഞ്ഞാൽ ഒരു 3 ഉണ്ടാവും കുണത്തിൽ കഴിയും, ബാക്കി 7 പോക്കാണ്. എത്ര പെൺകുട്ടികൾ സങ്കടം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മോൾ ഇതേപോലെ പറഞ്ഞു സ്വന്തം ഇഷ്ടത്തിന്, നമ്മൾ അറിഞ്ഞൊരു കുട്ടീനെ പറഞ്ഞിരുന്നു, എന്താ ബാപ്പ സ്വന്തം ഇഷ്ടത്തിനുണ്ടല്ല ഒരു ബന്ധം അല്ല അവളെ ഇഷ്ടത്തിന് ബന്ധം ഉണ്ടാക്കിയപ്പോൾ ബാപ്പ സമ്മതിച്ചില്ല. അങ്ങനെ അത് കുറച്ച് പ്രശ്നമായിട്ട് അവൾ വേണ്ട കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. ബാപ്പ പറഞ്ഞു എൻ്റെ റൂഹ് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന്. അങ്ങനെ പിന്നെ ബാപ്പ കൊണ്ടുവരാൻ കല്യാണത്തിന് മുഴുവൻ ഈ പെൺകുട്ടി ഒരു പ്രവാസി വന്നതാണ് വീട്ടിൽ, കുറഞ്ഞ ലീവിന് വന്നിട്ട് മകളെ കല്യാണം നടത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരു സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹത്തിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോഴത്തേനും മകൾക്ക് വേറൊരുത്തനായിട്ട് കല്യാണം കഴിക്കാം. അങ്ങനെ സമ്മതിച്ചില്ല. അങ്ങനെ ഒടുക്കാൻ ബാപ്പ ഒരു നിലക്കുണ്ടല്ല സമ്മതിക്കണില്ല എന്ന് കണ്ടപ്പോൾ പെൺകുട്ടി അതിന് പിന്മാറി. പക്ഷേ പിന്നെ പെൺകുട്ടി എന്ത് പണി ചെയ്തു, ബാപ്പ കൊണ്ടുവരുന്ന ആലോചന ഒന്നും പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നല്ല നല്ല ആലോചനകൾ വന്നിട്ട് അതൊക്കെ കാൽ കൊണ്ട് തട്ടി തെറിപ്പിച്ച് എനിക്ക് വേണ്ടയ്ക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. പിന്നെ വാപ്പാക്ക് ഇഷ്ടപ്പെടാത്തൊരു ബന്ധം വന്ന്. ചെക്കൻ കണ്ടാൽ കാണാൻ കുഴപ്പമില്ല, പക്ഷേ പെരക്കാരൊന്നും വലിയൊരു ഉത്തമമില്ല. അപ്പോൾ ഈ ചെറുക്കൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ പെണ്ണ് പതിഞ്ഞിപ്പോൾ ലാസ്റ്റ് എനിക്കിത് മതി എന്നാണ്. അങ്ങനെ ആ ബന്ധമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇത് ഇവൾക്ക് ചേരുന്നതല്ലാന്ന്. എന്നെ അവൾക്ക് ആ കുറഞ്ഞൊരു ജീവിതത്തിൽ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അവൾ പറഞ്ഞു എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കണ്ണീരാണ് ഞാൻ ഇന്ന് അനുഭവിക്കണത്. അവർ എത്ര ആൾക്കാർ വന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ചായ കുടിച്ച് പോയിക്കണേ, എത്ര വീട്ടിൽ പോയിട്ട് ഇവർ ചായ കുടിച്ച് വന്നിക്കണമെന്ന് അറിയും. അന്നൊക്കെ എൻ്റെ ബാപ്പ ഉണ്ടല്ലോ എന്നോട് പറയുമ്പോൾ ഞാനുണ്ടല്ലോ അതിന് സമ്മതിക്കൂല. എനിക്ക് ഭയങ്കര ഷാട്ടിയായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ ഞാനത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ എത്ര പെൺകുട്ടികൾ പറഞ്ഞിട്ട് എത്ര പെൺകുട്ടികൾ. അതുകൊണ്ട് ഈ പൊന്നു മക്കളോട് പറയുകയാണ്, നിങ്ങളുണ്ടല്ലോ നിങ്ങൾ വിവാഹക്കാരുണ്ടല്ലോ ആ മക്കളോടായാലും പറയണം, നിങ്ങളെ ബാപ്പാക്കും മക്കൾ അച്ഛനമ്മക്കും കുടിക്കുക, അവർ തിരയട്ടെ. നിങ്ങൾക്ക് തിരയുക, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടല്ലോ അവർക്കും ഇഷ്ടപ്പെടണം സന്തോഷത്തോടൊക്കെ. അതല്ലാതെ നിങ്ങളുണ്ടല്ലോ പിന്നെ കൂടുതൽ പഠിക്കണ പെൺകുട്ടികളൊക്കെ കല്യാണിച്ച് ഒരേ സമപ്രായക്കാരാണ് ഈ കാര്യം.
നിങ്ങൾക്ക് എപ്പോഴും ഒരു പക്വത വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളുണ്ടല്ലോ 4-5 വയസ്സിന് എളുപ്പം വേണം ആ പെൺകുട്ടി. എന്നാലും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റൂ. മറ്റേതെന്ന് പറഞ്ഞാൽ ആ ആൺകുട്ടിക്ക് ഉണ്ടല്ലോ, ഇവൾ പറഞ്ഞു ആദ്യമൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ വെറും ഇവൾക്ക് കുറ്റമല്ലാതെ ഒന്നും കാണൂല ആ ചെറുക്കന്. അതുകൊണ്ട് പറയാണ്, നിങ്ങളെ ഭാവി ഉണ്ടല്ലോ നിങ്ങളായിട്ട് കളയണ്ടെന്നറിയാം. നമുക്ക് വിവാഹം ജീവിതത്തിൽ ഒന്നാണുള്ളത്, അതുണ്ടല്ലോ അൽഹംദുലില്ലാഹ് നമ്മളെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തത്തോട് കണ്ടല്ലോ നിങ്ങൾ ചെയ്യണം. അവരെ പൊരുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ലോ ഒരു നിലക്കും നിങ്ങൾ കഷ്ടപ്പെടൂല. അതേസമയം അവർ മനസ്സ് വേദനിച്ചിട്ടുണ്ടല്ലോ, ആളുകളുടെ ഇടയിലൊക്കെ വഷളായിട്ട് നിങ്ങൾ അവർക്ക് മുന്നിലൊരു കല്യാണം കഴിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുക ചെയ്യും മക്കളെ. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ വാപ്പാനും ഉമ്മാനും സങ്കടപ്പെടുത്താതെ, നിങ്ങളെ സ്വന്തം അച്ഛനും ഉമ്മനെയും നിങ്ങൾ സങ്കടപ്പെടുത്താതെ അവരെ ഇഷ്ടത്തിൽ നിങ്ങളെ വിവാഹങ്ങൾ നടത്തണം. ഒരു ആൺകുട്ടി ആയാലും ശരി പെൺകുട്ടി ആയാലും ശരി. കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മച്ചിൻ്റെ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങളുണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തരണം. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മച്ചി വരേണ്ടത്. അസ്സലാമു അലൈക്കും.